നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഉറിഞ്ചി അഥവാ ഉറുവഞ്ചിയാണ്. പച്ചക്കൊട, പുളിയിഞ്ചി, സോപ്പിൻ കായ്മരം എന്നൊക്കെയാണ് നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മൾ ഇതിനെ വിളിച്ചു വരാറുള്ളത്. സാപ്പിൻഡേസി കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സാപ്പിൻഡസ് എമർജിനേറ്റസ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഭേനില, അരിഷ്ട എന്നൊക്കെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. തെക്കേ ഇന്ത്യയിലും പശ്ചിമഘട്ടത്തിലും കേരളത്തിലുമൊക്കെ വളരെ സുലഭമായി വളർന്നു വരുന്ന ഒരു ഇടത്തരം വൃക്ഷമാണ് ഉറുവഞ്ചി. ഇതിൻ്റെ തൊലിക്ക് ചാരനിറമാണുള്ളത്. അത് വളരെ കട്ടിയുള്ളതാണെങ്കിലും മരപ്പണിക്കൊന്നും സാധാരണയായി ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ ഇലകൾ വളരെ നീളമുള്ളതാണ്. ഒരു 25 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് ഇത് വളരാറുള്ളത്. അത് സമൂഹമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പൂക്കൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഉണങ്ങിയ ഫലത്തിൽ 3 വിത്തുകളാണ് കാണപ്പെടാറുള്ളത്. പച്ചയായിരിക്കുന്ന ഫലത്തിൻ്റെ മാംസള ഭാഗം പണ്ട് സോപ്പ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിച്ചു വരാറുണ്ട്. സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും വൃത്തിയാക്കുവാനും മുടി കഴുകുവാനുമൊക്കെ ഇതിൻ്റെ ഫലമജ്ജ ഉപയോഗിച്ചു വരാറുണ്ട്. ഉറിഞ്ചിയുടെ വിത്തിന് വിഷഗുണമാണ് ഉള്ളത്. അത് അധികമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഛർദി, വയറിളക്കം എന്നിവ ഉണ്ടാകും. ഇതിൻ്റെ വേര്, തൊലി, കായ എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ത്വക്ക് രോഗങ്ങൾ, ശ്വാസസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഉറിഞ്ചിക്കായ അല്ലെങ്കിൽ സോപ്പ് കായ എന്ന് പറയാം. ഇന്ന് ഈ ആധുനികമായ സോപ്പിനേക്കാളൊക്കെ മനുഷ്യനെ ഏറ്റവും ഹിതമായി ഉപയോഗിക്കാവുന്നതാണ് ഈ ഉറിഞ്ചിക്കായ. പണ്ടൊക്കെ സ്വർണ്ണാഭരണം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഈ ഉറിഞ്ചിക്കായാണ് ഉപയോഗിക്കാറ്. ഇന്നും ശരീരത്തിൽ തേച്ച് കുളിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇതിൻ്റെ ഗുണം എന്താക്കി കഫത്തെ ഉരുക്കിക്കളയും. മാത്രമല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇതൊരു സ്വരസമാക്കിയെടുത്ത് അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ കഫരോഗികൾക്ക് നല്ലതാണ്. ശ്വാസങ്ങൾ ശമിക്കും. പിന്നെ ഇതിനൊരു ശരീരത്തിലൊരു മന്ദപ്പ് ഉണ്ടാക്കാനൊരു കഴിവുണ്ട്. ഇതിന് നെർവസ് സിസ്റ്റത്തിന് ഒരു മന്ദപ്പ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഈ ഉന്മാദ രോഗികൾക്ക് ഈ കായ ഇടിച്ച് പിഴിഞ്ഞിട്ട് അങ്ങനെ തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗുണമാണ്. പിന്നെ ഈ ഉറിഞ്ചിക്കായുടെ ഒരു ഉപയോഗം ഈ ആർത്തവ ശുദ്ധീകരണത്തിന് ഇത് ഉപയോഗിക്കും. പിന്നെ പണ്ട് ഈ പ്രസവം വിഷമം വന്ന കണ്ടീഷനിൽ ഈ ഉറിഞ്ചിക്കായ അരച്ച് ആ യോനിയിൽ പറ്റിക്കഴിഞ്ഞാൽ ആ യൂട്രസ് കൺട്രാക്ട് ചെയ്ത് വേഗം പ്രസവം നടക്കും. ഇത് ഈ വെറ്റിനറിയിൽ ധാരാളം ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിന് അങ്ങനെ ഒരു ഗുണം. കാരണം ഇത് കായ ലേശം ടോക്സിക് ആണ്. അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അത് അധികം ഒരു ഡോക്ടർ അഡ്വൈസോട് കൂടി മാത്രമേ ഇതെല്ലാം പ്രയോഗിക്കാൻ പാടൂ.